പ്രവാസികളായാലും സ്വദേശികളായാലും യുഎഇയിലെ കർശന നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കടുത്ത ശിക്ഷയാണ് സർക്കാർ സംവിധാനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പുതിയ ഒരു നിർദ്ദേശം കൂടിയാണ് പുറത്തുവരുന്നത്. അന്താരാഷ്ട്ര സസ്യ മൃഗവ്യാപാരം നിയന്ത്രിക്കുന്ന പുതിയ നിയമങ്ങളാണ് യുഎഇ ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2026 തുടക്കം മുതൽ യുഎഇ വന്യജീവി സംരക്ഷണ നിയമങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുകയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക, യുഎഇയിലേക്ക് ജന്തുരോഗങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുക എന്നീ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളോടെയാണ് പുതിയ നിയമം കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. സസ്യജന്തുജാലങ്ങളുടെ അന്താരാഷ്ട്ര വ്യാപാരം സംബന്ധിച്ച നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് പുതിയ നിയമം അവതരിപ്പിച്ചിരിക്കുന്നത്. കാർഷിക വെറ്ററിനറി ക്വാറന്റൈൻ, പുതിയ സസ്യ ഇനങ്ങളുടെ സംരക്ഷണം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വ്യാപാരം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഈ നിയമം. 2 പതിറ്റാണ്ടിലധികമായി സസ്യങ്ങളും ജന്തുക്കളും യുഎഇയുടെ അതിർത്തികൾ കടന്നു പോകുന്നതിനെ ശക്തമായി നിയന്ത്രിക്കുന്ന നിയമങ്ങൾ വലിയ മാറ്റമില്ലാതെ തന്നെ തുടരുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ നിയമവിരുദ്ധമായി വിൽക്കുന്നവർക്ക് 15 വർഷം വരെ തടവും 2 മില്യൺ ദിർഹം, അതായത് 5 കോടിയോളം രൂപ വരെ പിഴയും ചുമത്തുമെന്നാണ് യുഎഇ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി ഡോക്ടർ അംന ബിൻ അബ്ദുള്ള അൽ ദഹാഖ് വ്യക്തമാക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികൾ, സസ്യജാലങ്ങൾ എന്നിവയൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപാരം ചെയ്തു കഴിഞ്ഞാൽ അതിനോട് സീറോ ടോളറൻസ് ആയിരിക്കും, ഒരു വിട്ടുവീഴ്ചയും നൽകാനാകാത്ത കുറ്റമാണെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജൈവ വൈവിധ്യത്തിന്റെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരത, സംരക്ഷണം എന്നിവ ഉറപ്പാക്കുകയും ദേശീയ ഭക്ഷ്യസുരക്ഷ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതിലൂന്നി തന്നെയാണ് മുന്നോട്ട് യുഎഇ പോകുന്നത്. പുതിയ നിയമത്തിലൂടെ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങൾക്കും സസ്യജാലങ്ങൾക്കും നിയമപരമായ പരിരക്ഷ ഒരുക്കാനും ഇതിലൂടെ കഴിയും. യുഎഇയിലേക്ക് ജന്തുജന്യ രോഗങ്ങളും കാർഷിക കീടങ്ങളും കടക്കുന്നത് തടയുക എന്നതും ഈ പുതിയ നിയമത്തിന്റെ ലക്ഷ്യമാണ്. യുഎഇയിലേക്ക് പ്രവേശിക്കുന്നതിനോ പുറത്ത് കടക്കുന്നതിനോ മുൻപായി മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും കയറ്റുമതിക്കായി പ്രതിരോധം, അപകട സാധ്യത വിലയിരുത്തൽ, പരിശോധന, ക്വാറന്റൈൻ, നിർമ്മാർജ്ജന നടപടിക്രമങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു വെറ്റിനറി കാർഷിക ക്വാറന്റൈൻ സംവിധാനങ്ങളാണ് സ്വീകരിക്കുന്നത്. ഇതും പ്രധാന ഉദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നു തന്നെയാണ്. പുതിയ നിയമത്തിലൂടെ പുതിയ സസ്യ ഇനങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല, പുതിയ സസ്യ ഇനങ്ങൾ വളർത്തുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.